അതിർത്തിക്കപ്പുറത്ത് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യ മുന്നേറുകയാണ്. സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. വലിയ സജ്ജീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട അതിർത്തിയിൽ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി രാജേന്ദ്രൻ നമ്മോടൊപ്പം തത്സമയം ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, ഒരുപക്ഷെ തുടർച്ചയായ അതിർത്തിയിൽ പാക് പ്രകോപനമുണ്ടാകുന്നു. അതിനുശേഷം വലിയ ഭീഷണികൾ പോലും, അണ്വായുധം പ്രയോഗിക്കുമെന്നത് അടക്കമുള്ള ഭീഷണികൾ പോലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യ സജ്ജമാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി ലോകത്തിന് നൽകുന്നത്. ഇപ്പോഴത്തെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും? ഇപ്പോഴും ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ, പരിപൂർണമായ വിവരങ്ങൾ ഇനിയും ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരിൽ പ്രവേശിച്ച് ഇന്ത്യൻ സൈന്യം അവിടുത്തെ ഭീകര ക്യാമ്പുകൾ തകർത്തു കഴിഞ്ഞു. ഭീകര ക്യാമ്പുകൾ തകർത്തു. 5 ഭീകര ക്യാമ്പുകൾ തകർത്തു. 5ഉം POKയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ക്യാമ്പുകളാണ്. ഇന്ത്യ പലതവണ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി POKയ്ക്കകത്ത് കയറി ഇത്തരത്തിൽ ഒരു ഭീകരർക്കെതിരായ ഒരു ആക്രമണം നടത്തുന്നത് ഒരുപാട് കാലത്തിന് ശേഷം ഇതാദ്യമാണ്. പലതവണ ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉയർന്നെങ്കിൽ കൂടി ഈ രീതിയിലുള്ള ഇപ്പോൾ പാകിസ്ഥാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള, പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമെന്ന് പറയുന്ന ഒരു പ്രദേശത്തിനകത്ത് കയറിയിട്ടാണ് ഭീകരർക്കെതിരായ ഓപ്പറേഷൻ നടത്തിയതെന്ന് സൈന്യം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അങ്ങനെ ആ രീതിയിൽ ഓപ്പറേഷൻ നടത്തി. ഇത് വലിയൊരു സൈനിക മുന്നേറ്റമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഏത് രീതിയിൽ തിരിച്ചടിച്ചാലും അതിനെ നേരിടാൻ പൂർണ്ണമായും സജ്ജമാണ്. ഈ രീതിയിലുള്ള വിശദീകരണങ്ങളാണ് അവർ നൽകിയത്. അതേസമയം ഇതിനോടുള്ള പാകിസ്ഥാന്റെ പ്രതികരണം ലഭ്യമായി കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഔദ്യോഗികമായ പ്രതികരണം എന്ന് പറയുന്നത് ഇന്ത്യ അവകാശപ്പെടുന്നത് പോലുള്ള ഒരു സർജിക്കൽ അറ്റാക്ക് നടന്നിട്ടില്ല. അതായത് പാക് അതിർത്തിക്കകത്ത് പ്രവേശിച്ച് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയിട്ടില്ല. ആകെ നടന്നത് അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്ന് ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് വെടിയുതിർത്തു. പാക് സൈന്യം തിരിച്ചിങ്ങോട്ടും വെടിയുതിർത്തു. ഈ വെടിവെപ്പിനിടയിൽ 2 പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. 14ഓളം വരുന്ന സാധാരണ ജനങ്ങൾക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതല്ലാതെ ഇന്ത്യ പറയുന്നത് പോലെ പാകിസ്ഥാന്റെ സൈനിക അതിർത്തിക്ക് കയറിയുള്ള ഒരു ആക്രമണം ഇന്ത്യ നടത്തിയിട്ടില്ല. മനു ശങ്കർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനു, ഒരുപക്ഷെ ഇങ്ങനെ പാകിസ്ഥാൻ പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ ആയാലും ഈ ഉറി ആക്രമണത്തിന്റെ തെളിവുകൾ അടക്കം നൽകിയിട്ടായാലും അത് തള്ളിക്കളയുന്ന ഒരു നിലപാടായിരുന്നു പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നത്. പക്ഷെ കൃത്യമായി തന്നെ സൈനിക മേധാവി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഏതാണ്ട് 10ഓളം ആക്രമണ തന്ത്രങ്ങളെയാണ് ഇന്നത്തെ ഈ ഒരു വലിയ ഒരു മിന്നൽ തിരിച്ചടിയിലൂടെയൊക്കെ തകർക്കാനായത് എന്ന്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഇത്തരം വാദമൊക്കെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് തന്നെയാണോ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സൈന്യം ആ സ്ഥിരീകരണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നിലവിൽ വലിയ രീതിയിൽ ആഘാതം സൃഷ്ടിക്കാൻ, പാക് ഭീകര ക്യാമ്പുകൾക്ക് നേരെ ആഘാതം സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന നിലപാടിൽ തന്നെ സൈന്യം ഉറച്ചു നിൽക്കുന്നു. പ്രതിരോധ മന്ത്രാലയവും ഈ സ്ഥിരീകരണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് 4 മണിക്ക് ഒരു അടിയന്തര സർവകക്ഷി യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ വിളിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഈ സർവകക്ഷി യോഗത്തിന് ശേഷം ഈ തുടർ നടപടികൾ സംബന്ധിച്ചൊരു കൃത്യമായ രേഖ സർക്കാർ നൽകും എന്നാണ് വിശദീകരിക്കുന്നത്. നിലവിൽ ഈ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഒരു സ്ഥിരീകരണവും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. നിലവിൽ 2 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. ഇതോടൊപ്പം 9 പേർക്ക് പരിക്കേറ്റു എന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. ഈ 9 പേരും പാക് സൈനികർ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ആദ്യം ലഭിക്കുന്ന സൂചനകൾ. നിലവിൽ ഇത്തരത്തിലൊരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഒരു നിർദ്ദേശം പോയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കാശ്മീരിൽ പ്രത്യേകിച്ച് ജനവിഭാഗങ്ങൾക്കിടയിൽ പോലും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അയച്ചിരിക്കുന്ന സന്ദേശം എന്നാണ് ലഭിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതോടൊപ്പം ജമ്മു കശ്മീർ ഗവർണർ, മുഖ്യമന്ത്രി, അതോടൊപ്പം നിലവിൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ്, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പഞ്ചാബ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ ഗവർണർമാർ എന്നിവർക്കൊക്കെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഈ സാഹചര്യങ്ങൾ അറിയിച്ചിരുന്നു. ഈ സാഹചര്യങ്ങൾ അറിയിച്ചതിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു മിന്നൽ
ഭീകരാക്രമണം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരക്ഷ കാശ്മീരിൽ അതിശക്തമാക്കണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. 4 മണിക്ക് സർവകക്ഷി യോഗം കൂടി ചേർന്നതിന് ശേഷം തുടർ നടപടികൾ സംബന്ധിച്ചൊരു കൃത്യമായ വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാൻ എന്തായാലും ഇന്ത്യയുടെ വാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഈ നിയന്ത്രണ രേഖയ്ക്ക് അകത്ത് നിന്ന് തന്നെ ഇന്ത്യ ഒരു ആക്രമണം നടത്തിയപ്പോൾ വലിയ ഒരു ആഘാതം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു വിശദീകരണത്തിൽ പാകിസ്ഥാൻ ഉറച്ചു നിൽക്കുന്നു. നിലവിൽ ഈ ആക്രമണം നടത്തിയ സമയത്ത് പോലും DGMO രൺബീർ സിംഗ് തന്നെ ഈ കുറച്ചു മുമ്പ് മാധ്യമങ്ങൾ മുമ്പാകെ വ്യക്തമാക്കിയിരുന്നതും ഈ പാകിസ്ഥാൻ സേനയുടെ സഹായം ഇന്ത്യ തേടിയിരുന്നു എന്നതാണ്. നിലവിൽ ഈ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ സഹായം നൽകാൻ പാക് സേനയും തയ്യാറാകണമെന്ന് ഇന്ത്യ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ്. എന്നാൽ ഈ വാദങ്ങളെല്ലാം പാകിസ്ഥാൻ പാടെ തള്ളിക്കളയുകയാണ്. ഇത്തരത്തിലൊരു സഹായ അഭ്യർത്ഥന പോലും ഇന്ത്യ നടത്തിയിട്ടില്ലെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പാക് പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്ന വിശദീകരണം. ഇനിയും ഇന്ത്യ ഇത്തരത്തിലൊരു പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ ഈ പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നൊരു നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ എന്തിനും സുസജ്ജരാണ് ഇന്ത്യൻ സൈന്യം എന്നുകൂടി DGMO രൺബീർ സിംഗ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ എന്തായാലും മിന്നൽ ആക്രമണം എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇന്ത്യ ഏത് മിന്നൽ ആക്രമണം വീണ്ടും ആരംഭിക്കാൻ സുസജ്ജരാണ് എന്നൊരു കൃത്യമായ സൂചനയാണ് സൈന്യം നൽകുന്നത്. ഇതിനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി സൈനിക മേധാവിക്ക് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സൗമ്യ, ഒരുപക്ഷെ മനു, ഏതാണ്ട് ഈ അതിർത്തിയിൽ നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിലായി പഞ്ചാബിലെ ഗ്രാമങ്ങളൊക്കെ തന്നെയും ഒഴിപ്പിക്കുന്നു, അങ്ങനെയുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ ചേരുന്നുണ്ട്. അപ്പോൾ തന്നെ നിരവധിയായ ഉന്നതതല യോഗങ്ങളൊക്കെ തന്നെയും നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു തിരിച്ചടിക്കുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ടോ? പാകിസ്ഥാനും അങ്ങനെ ഒരു തയ്യാറെടുപ്പിലേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണോ സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നത്? ഇന്ത്യ എന്തായാലും ആദ്യം ഒരു തുറന്ന പോരിലേക്ക് പോകുന്നില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ മാത്രം പ്രത്യാക്രമണം എന്ന നിലയിലേക്ക് ഇന്ത്യ മാറുകയാണ്. ഇതിന് വേണ്ട കാര്യങ്ങൾ, സാഹചര്യങ്ങൾ ഇന്ത്യ ഒരുക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ ഒരു വിവരം അടിസ്ഥാനമാക്കി കൂടിയാണ് നിലവിൽ പഞ്ചാബ് അതോടൊപ്പം ഒറീസ മുഖ്യമന്ത്രിമാർക്ക് ഇത്തരത്തിലൊരു കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിക്കും ഇത്തരത്തിലൊരു അടിയന്തര സന്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലെങ്കിൽ നിലവിൽ ഒരു തുറന്ന പോരിലേക്ക് ഇന്ത്യ മുതിരുന്നില്ല. എങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രകോപനപരമായ സന്ദേശങ്ങൾ, പ്രസ്താവനകൾ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഇത്തരത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കുക എന്നൊരു നിർദ്ദേശം ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ പ്രത്യാക്രമണം നടന്നാൽ ഇതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ദില്ലി വിമാനത്താവളത്തിന് സമീപം പോലും NSG കമാൻഡോസിനെ 20 അംഗ NSG കമാൻഡോസിനെ ഏത് സമയത്തും സുസജ്ജരായിരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് സജ്ജരായി നിർത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഏത് സമയവും രാജ്യത്തിന്റെ ഏത് ഭാഗത്തേക്കും കുതിക്കാൻ തയ്യാറായി ഈ NSG കമാൻഡോസിനുള്ള നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇത്തരത്തിലൊരു കമാൻഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഓപ്പറേഷൻ ആരംഭിക്കാൻ ഒരു നിർദ്ദേശവും നൽകി കഴിഞ്ഞതായാണ് നിലവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും 4 മണിക്ക് സർവകക്ഷി യോഗം ചേരുകയാണ്. ഇതിനുശേഷം രാഷ്ട്രീയമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എന്ത് കൈക്കൊള്ളും എന്നതാണ് കണ്ടറിയേണ്ടത്. നേരത്തെ കരസേനാ മേധാവി ദൽബീർ സിംഗ് അടക്കം ഈ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഒരു പ്രത്യാക്രമണം, കടന്നാക്രമണം തന്നെ നടത്തണം, ഇതിലൂടെ മാത്രമേ ഭീകരത തടയാനാകൂ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു തുറന്ന പോരിലേക്ക് പോകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോലും കാര്യങ്ങൾ വഴിവെച്ചേക്കും. ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും മറ്റും കൊണ്ടുപോയേക്കും. ഈ ഒരു സാഹചര്യമൊക്കെ വിലയിരുത്തിയായിരുന്നു അന്ന് ഉന്നതതല യോഗത്തിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ട എന്ന് അന്ന് പ്രധാനമന്ത്രി നിലപാട് സ്വീകരിച്ചിരുന്നത്. പിന്നീട് വലിയ രീതിയിൽ മറ്റും മന്ത്രിസഭാ യോഗങ്ങൾ പിന്നീടും പുരോഗമിച്ചു. ഈ ചർച്ചകൾക്ക് ശേഷം ഉന്നതതല യോഗം ആദ്യമായി പൊതുസഭയെയും മറ്റും അഭിസംബോധന, ഉറി ആക്രമണത്തിന് ശേഷം അഭിസംബോധന ചെയ്യുന്നതിന് മുൻപായി 3 സൈനിക തലങ്ങളിലെ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഈ ഒരു നിർദ്ദേശത്തിന് ഒരു മൗന സമ്മതം സർക്കാർ നൽകിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാണ് അറിയുന്നത്. ഈ ഒരു നിർദ്ദേശം ലഭിച്ചതനുസരിച്ചാണ് ഇത്തരത്തിലൊരു നീക്കം സൈന്യം നടത്തിയത് എന്നാണ് അറിയുന്നത്. ഇതിൽ ലഭിക്കുന്ന സൂചനകൾ ഈ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ നിലവിൽ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ഈ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിടുകയും കൃത്യമായി വിശകലനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇവയുടെ പ്രവർത്തന ശൈലി കുറച്ച് നാളുകളായി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. 8 ഭീകര ക്യാമ്പുകളാണ് രഹസ്യാന്വേഷണ വിഭാഗം വിശകലനം ചെയ്ത് നിലവിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട് സൈന്യത്തിന് വിവരം നൽകിയത് എന്നാണ് അറിയുന്നത്. ഇതിൽ നിന്ന്
5 ഭീകര ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായാണ് ഇപ്പോൾ സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. നിലവിൽ എന്തായാലും ഒരു മിന്നൽ ആക്രമണം സൈന്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സർജിക്കൽ സ്ട്രൈക്ക് അഥവാ മിന്നൽ ആക്രമണം അവസാനിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഏതു സമയവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ പ്രത്യാക്രമണം നടത്തുന്നതിന് സുസജ്ജരായും സൈന്യം തയ്യാറായിരിക്കുകയാണ്. ഏതായാലും മിന്നൽ ആക്രമണത്തിന്റെ തുടർച്ച എന്നോണം വലിയ രീതിയിലുള്ള സുരക്ഷ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. സർവകക്ഷി യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 4 മണിക്ക് വിളിച്ചിരിക്കുകയാണ്. അതിർത്തിയിൽ നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ പഞ്ചാബ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ടും ഒക്കെ തന്നെയും വലിയ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. സൈന്യത്തെ പലയിടത്തും വിന്യസിച്ചിട്ടുണ്ട്. പഞ്ചാബിലെയും സർവകക്ഷി യോഗം അല്പസമയത്തിനകം നടക്കുമെന്നാണ്, അടിയന്തര യോഗം അല്പസമയത്തിനകം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാനിലും സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ. ഏതായാലും രാജേന്ദ്രനിലേക്ക് കൂടി പോകണം. ഒരുപക്ഷെ രാജേന്ദ്രൻ, സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് പ്രത്യേകിച്ച് അതിർത്തി കൂടുതൽ അസ്വസ്ഥമായിരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ സൈനിക വിന്യാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഒരു ഭാഗത്ത് യുദ്ധത്തിന്റെ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ആ വിധത്തിലൊക്കെയുള്ള ആശങ്കകളോ ഒക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഇന്ത്യയുടെ ഒരു സജ്ജീകരണം. ഒരുപക്ഷെ നമ്മളുടെ ഒരു ആത്മവിശ്വാസം കൂടി കൂട്ടുന്ന തരത്തിലേക്കല്ല ഇപ്പോഴത്തെ സൈനിക നീക്കങ്ങൾ. അത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. തന്നെയാണ്. എന്തായാലും ഇനി 2-3 കാര്യങ്ങൾ വളരെ നിർണായകമായിരിക്കും. ഒന്ന്, പാകിസ്ഥാൻ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നതാണ്. ഈ പാകിസ്ഥാൻ സർക്കാരിൻ്റെയും അതുപോലെ പാകിസ്ഥാനിലെ മാധ്യമങ്ങളിലെല്ലാം സൈറ്റുകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇന്ത്യ പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു സർജിക്കൽ അറ്റാക്ക് നടന്നിട്ടില്ല. ആകെ നടന്നത് അതിർത്തിയിൽ പതിവ് പോലുള്ള വെടിവെപ്പ് നടന്നപ്പോൾ ഇന്ത്യൻ സൈനികരുടെ വെടിയേറ്റ് 2 പാക് സൈനികർ മരിച്ചു. 9 സാധാരണ ജനങ്ങൾക്ക് പരിക്കേറ്റു. അല്ലാതെ പാക് അതിർത്തി കടന്ന് പാക് അധീന കാശ്മീരിൽ പ്രവേശിച്ച ഇന്ത്യൻ സൈന്യം ഈ രീതിയിൽ പാകിസ്ഥാനെതിരെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടില്ല. ഇതാണ് പാക് മാധ്യമങ്ങളും പാക് സർക്കാർ ഔദ്യോഗികമായി പറയുന്നത്. നവാസ് ഷെരീഫ് അപലപിച്ചു എന്ന് പറയുന്ന സമയത്ത് തന്നെ നവാസ് ഷെരീഫ് അപലപിച്ചത് തങ്ങളുടെ 2 രാജ്യസ്നേഹികളായ രാജ്യത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട 2 സൈനികരെ ഇന്ത്യൻ പട്ടാളം കൊലപ്പെടുത്തി. അതിനെ ശക്തമായി അപലപിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ശ്രമങ്ങളെ അതൊരു ദൗർബല്യമായി കാണരുത്. ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നവാസ് ഷെരീഫ് നൽകിയത്. അപ്പോൾ പാക് മാധ്യമങ്ങളിലൂടെ പാക് വെബ്സൈറ്റുകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രധാനപ്പെട്ട വാർത്ത അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടന്നു, 2 പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അതേസമയം ഇന്ത്യൻ മാധ്യമങ്ങളും ഇന്ത്യൻ സർക്കാരും തെറ്റായ ഒരു കഥ പ്രചരിപ്പിക്കുന്നു. തങ്ങളുടെ അതിർത്തിക്കകത്ത് കിടന്ന് ഇന്ത്യൻ പട്ടാളം എന്തെങ്കിലും രീതിയിലുള്ള അക്രമം നടത്തുന്ന ഇടപെടുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിട്ടില്ല. അത് തെറ്റാണെന്ന രീതിയിലുള്ള വ്യാഖ്യാനമാണ് അവർ നൽകുന്നത്. അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് തന്നെ വേണം നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. കാരണം ഒന്ന്, പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് മേൽ കനത്ത സമ്മർദ്ദമുണ്ട്. കാരണം അവർ പറയുന്ന അവരുടെ വ്യാഖ്യാനം വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ 2 പട്ടാളക്കാരെ കൊലപ്പെടുത്തുന്ന ഒരു പാക് സൈനികരെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു. മാത്രമല്ല, ഈ അമേരിക്കൻ സർക്കാർ ഉൾപ്പെടെ പാകിസ്ഥാനോട് നിങ്ങൾ ഒരു കാരണവശാലും തന്നെ ഭീകരാക്രമണങ്ങൾക്ക് പിന്തുണ നൽകരുതെന്ന് ആവശ്യപ്പെടുന്നു. ചൈന പാകിസ്ഥാനെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറാവുന്നില്ല. ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ വിഷയത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനകത്തെ ഒരു ആഭ്യന്തര സമ്മർദ്ദം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. നവാസ് ഷെരീഫിന് അതിനെ പൂർണ്ണമായും കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിച്ചുകൊണ്ടാണ് പാക് രാഷ്ട്രീയം തന്നെ നിലനിൽക്കുന്നത്. അതതിൻ്റെ മൂർധന്യത്തിലാവുമ്പോൾ എന്തെങ്കിലും ചെയ്തേ തീരൂ എന്നൊരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ പാക് സർക്കാർ എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാം. രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മിന്നൽ ആക്രമണത്തിന്റെ തുടർച്ചയെന്നോണം തന്നെ വലിയ രീതിയിൽ ഉള്ള സജ്ജീകരണങ്ങളാണ് അതിർത്തി കേന്ദ്രീകരിച്ച്. ഒരുപക്ഷെ അതിർത്തിക്ക് ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇന്ത്യൻ സൈന്യം ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം ദില്ലി കേന്ദ്രീകരിച്ചും സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. കനത്ത ജാഗ്രതയിൽ തന്നെയാണ് നിയന്ത്രണ രേഖയും അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും നിൽക്കുന്നത്.